മഴത്തോരു മൊബൈലിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ തോട്ടത്തിലൊക്കെ പോയിട്ട് അലീനയും സ്റ്റാൻലിയും കുട്ടിയും കൂടെ വരികയാണ്. ഭയങ്കര സന്തോഷത്തോടെയൊക്കെയാണ് വരുന്നത്. അപ്പം ഇവരിങ്ങനെ വരുന്നത് ആൻ്റപ്പനും അതേപോലെ പൗലോസൊക്കെ കാണുന്നുണ്ട്. അപ്പം ആൻ്റപ്പൻ്റെ അടുത്ത് പൗലോസ് പറയുന്നുണ്ട്, ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടാണല്ലോ എല്ലാവരും വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ വന്നതിന് ശേഷം കുട്ടിയുടെ അടുത്ത് പറഞ്ഞ് അലീന മുറിയിലേക്ക് പോവാണ്. അപ്പോൾ സ്റ്റാൻലി പുറകെ ചെന്നിട്ട് അലീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, തോട്ടമൊക്കെ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. അത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു തരിശ് ഭൂമിയായിരുന്നു, പിന്നെ ഞാനാണ് ഇത്രയാക്കി എടുത്തതെന്ന് പറയുകയാണ്. അപ്പം അലീന പറയാണ്, അതാ ഞാൻ അന്നേരേ പറഞ്ഞില്ലേ, ജോലിക്കാരുണ്ടായതല്ലേ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റിയത്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷേ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിച്ച് അവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഐഡിയയും അതേപോലെ കാശും എല്ലാം എൻ്റെ കയ്യിൽ, അതാ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, കാശുണ്ടായാലും നമുക്ക് ഒരു മനസ്സ് വേണം, മറ്റുള്ളവരെ സഹായിക്കും. ഇത്രയും സമ്പാദ്യമുള്ള ഒരാൾ കുറച്ചെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് ചെറിയ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആൻ്റപ്പന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയക്കാർ, സമുദായക്കാർ അവരൊക്കെ വരുന്നുണ്ടെന്ന് പറയാണ്. അപ്പം അവർക്ക് കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞതെന്ന് അലീന പറയാണ്. എത്രയോ അനാഥാലയങ്ങളിൽ ആഹാരം കിട്ടാതെയും ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടി കഷ്ടപ്പെടുന്നതും എത്രയോ പേരുണ്ട്, അവരെ സഹായിക്കുന്ന കാര്യമാണ്. അപ്പം സ്റ്റാൻലിക്ക് ദേഷ്യം വീണ്ടും വരുന്നുണ്ട്. ഞാൻ അങ്ങനെ വളർന്നതല്ലേ, ഈ പറയുന്ന സ്റ്റാൻലി പപ്പയുടെ മകളായ ഞാൻ ആ ഒരു അനാഥാലയത്തിൽ വളർന്നതല്ലേ, അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുമ്പം സ്റ്റാൻലി പെട്ടെന്ന് സ്റ്റോപ്പ് ഇട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അലീനയൊന്നും ഞെട്ടുന്നുണ്ട്. എപ്പോഴും ഇത് പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം കാര്യങ്ങളൊക്കെ. അപ്പോൾ അലീനയ്ക്ക് ഒരു വിഷമമൊന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഞാൻ അവിടെ വളർന്നെന്ന് പറയുന്നില്ല, എനിക്കൊരു വിഷമവും ഇല്ല, എനിക്കൊരു നാണക്കേടുമില്ല, അവിടെ തന്നെയാണ് ഞാൻ വളർന്നതും അവിടെയാണ് പഠിച്ചതും എല്ലാം. അത് ഒരാളോട് പറയുന്നതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല. പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങോട്ട് പോകുന്നതിന് എനിക്കൊരു നാണക്കേടും ഇല്ല, ഞാൻ തന്നെ അങ്ങ് പൊക്കോളാം, എല്ലാവരുടെയും അനുവാദം മാത്രം എനിക്ക് മതിയെന്ന് അലീന പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. ഇതങ്ങോട്ട് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടതുമില്ല, അതുപോലെ വിഷമവും വരുന്നുണ്ട്, ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് കടപ്പാട്ടൂരാണെങ്കിൽ പുതിയൊരു വേലക്കാരിയെ കൊണ്ടുവന്നേക്കുക വൈജ. അങ്ങനെ വേലക്കാരി വന്ന് ബെല്ലടിക്കുമ്പോൾ വൈജ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ജോലിക്ക് വന്നേ മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൃഷ്ണയും ബബിതയൊക്കെ വിളിച്ചു വരുത്തുന്നുണ്ട്. അപ്പം ഇതാരാ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഇത് ഇവിടുത്തെ പുതിയ വേലക്കാരി, അലീനയ്ക്ക് പകരമായി വന്നതെന്ന് പറയാണ്. ഇതെൻ്റെ മക്കളാണ് കൃഷ്ണയും ബബിതയെന്നും പറഞ്ഞ് വേലക്കാരിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും വേണം ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് അവരും പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ബബിത ചായ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ചായ കുടിക്കുന്നുണ്ട്. അപ്പം ഈ സമയത്ത് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ മിഷൻ ഗണ്ണും മിസൈലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം വേലക്കാരിപ്പെട്ട എന്ന് ഞെട്ടലോടെ ചോദിക്കുകയാണ്, അതെന്തിനാ കുഞ്ഞെ, അതൊക്കെ എന്തിനാന്ന് ചോദിക്കുകയാണ്. അല്ല, ഇവിടെ താമസിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ നോക്കുന്നുണ്ട്. വൈജിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്, ബബിതയ്ക്ക് ചിരിയും വരുന്നുണ്ട്. ആ സമയത്താണ് ബാലചന്ദ്രൻ ഇറങ്ങി വരുന്നത്. അപ്പം ഇറങ്ങി വരുമ്പോൾ വൈജ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബാലചന്ദ്ര താണ്ടെ ഇതാ നമ്മുടെ പുതിയ വേലക്കാരി, എന്താവശ്യം ഉണ്ടെങ്കിലും വേലക്കാരിയുടെ അടുത്ത് പറഞ്ഞാൽ മതി, വേണ്ടുന്നതെല്ലാം അവൾ കുക്ക് ചെയ്ത് തന്നോളും എന്ന് ബാലചന്ദ്രൻ്റെ അടുത്ത് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വേലക്കാരിയാണെങ്കിൽ ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വൈജ വന്ന് വേലക്കാരിയുടെ അടുത്തും പറയുന്നുണ്ട്, ഇതാണ് ഇവിടുത്തെ സാറിന് വേണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം വെച്ച് കൊടുക്കണം. ഇത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പുച്ഛത്തോടെ വൈജയെ നോക്കുന്നുണ്ട്. എല്ലാ കാര്യവും കൃത്യമായി ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അങ്ങ് ദേഷ്യം പോവുകയാണ്. അങ്ങനെ വേലക്കാരിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നാൽ നീ ജോലിക്ക് കയറിക്കോ, എല്ലാം കറക്റ്റായിട്ടെല്ലാം ചെയ്യണം എന്നൊക്കെ വൈജ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ബബിതയും കൃഷ്ണമോളും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം വൈജ വന്ന് കൃഷ്ണയുടെ ബബിതയുടെ അടുത്തും പറയാനുണ്ട്, ഇനി ഇവിടെ അലീനയുടെ കാര്യം മിണ്ടിപ്പോവല്ലേ, ഇനി അലീന എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഇവളും ചെയ്തു തരും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി എന്ന് ബബിതയെടുത്തും കൃഷ്ണയെടുത്തും പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അലീന ചേച്ചി ചെയ്തു തന്നതൊന്നും ഇവർക്കാർക്കും ചെയ്തു തരാൻ പറ്റത്തില്ലമ്മേ, പിന്നെ എന്തിനാ അമ്മ ആവശ്യമില്ലാതെ പറയുന്നത്. അപ്പോൾ വൈജ പറയണേ, അവൾ ഇവിടുത്തെ വേലക്കാരി തന്നെയല്ലേ, അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവക്കും അറിയാം, അതുകൊണ്ട് നീ കൂടുതൽ അവളെക്കുറിച്ച് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വൈജ അങ്ങ് കയറിപ്പോവാണ്. അപ്പം കൃഷ്ണയാണെങ്കിൽ ബബിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം ബബിത പറയാണ്, അമ്മയ്ക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് മുറിയിലേക്ക് പോവാണ്. ഈ സമയത്ത് കുളത്തൂപ്പുഴയിലാണെങ്കിൽ സ്റ്റാൻലി ആകപ്പാട് ടെൻഷനിൽ വിഷമത്തിലാണ്. കാരണം എന്ത് പറഞ്ഞാലും അലീന തനിക്കെതിരായിട്ട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, തന്നോട് എപ്പോഴും ദേഷിച്ച് സംസാരിക്കുന്നുള്ളൂ. അങ്ങനെ ആകപ്പാട് ടെൻഷനിലിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കള്ളുമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പം അവതക്കുട്ടി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ രാവിലെ തന്നെ തുടങ്ങിയോ, എന്ത് പറ്റി, നീ ആകപ്പാടെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റിയടാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, എന്ത് പറ്റാൻ, ഞാൻ എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് മാത്രമേ അലീന സംസാരിക്കത്തുള്ളൂ, എന്നോട് ഇങ്ങനെ എന്ത് കാര്യത്തിനും
ഉത്തരം പറയേണ്ട കാര്യമെന്താ എന്ന് അവതക്കുട്ടിയോട് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. എനിക്ക് ആകപ്പാടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഇറിറ്റേറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. എന്ത് കാര്യത്തിനും എന്നെ ഇങ്ങനെ എതിർത്ത് മാത്രം അലീന സംസാരിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും അതിനൊരു എതിര് മാത്രമേ അലീന കാണുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവതക്കുട്ടി ഒന്നും ഉണ്ടായിരിക്കുകയാണ്. പിന്നെ അലീനയ്ക്ക് എന്നോട് ദേഷ്യം തോന്നും, അത് സ്വാഭാവികം. അതിനൊക്കെ കാരണം വേറെ പലരുമാണ്. ഇവരുടെയൊക്കെ സ്വാർത്ഥ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ചെന്ന് അകപ്പെട്ടാണ്. അപ്പം എന്നിട്ട് സ്റ്റാൻലി ഇങ്ങനെ അവതക്കുട്ടിയെ നോക്കുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടി കുഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ പലർക്കും നോവുകയും കൊള്ളിയൊക്കെ ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. അവർക്ക് മനസ്സിലാവുമല്ലോ ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന്. അപ്പം അവതക്കുട്ടി ഇങ്ങനെ സ്റ്റാൻലിയെ നോക്കിയിട്ട് പറയാണ്, എനിക്ക് മനസ്സിലായി, നീ എന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അന്ന് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിൻ്റെ ആ ബന്ധത്തോട് അനുകൂലിക്കാൻ പറ്റത്തില്ല, ആർക്കും അനുകൂലിക്കാൻ പറ്റത്തില്ല. നീയെ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അനുകൂലിച്ചില്ലല്ലോ, അവരും നിങ്ങളുടെ ബന്ധത്തെ എതിർത്ത്. അത് മാത്രമേ ഞാനും ചെയ്തോളൂ. അപ്പം സ്റ്റാൻലി പറയാണ്, നിങ്ങളെല്ലാവരും കൂടെ എതിർത്തതിൻ്റെ ഫലമാണ് ഇത്രയും കാലം എൻ്റെ മകൾ അനുഭവിച്ചത്. ആ അനാഥാലയത്തിൽ അവൾ ആരോരുമില്ലാതെ അനുഭവിച്ചെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. പിന്നെ അന്ന് ഞങ്ങളുടെ ബന്ധം എല്ലാവരും അംഗീകരിച്ചായിരുന്നെങ്കിൽ അവൾ രാജകുമാരിയെ പോലെ ജീവിച്ചേനെന്നും പറഞ്ഞ് സ്റ്റാൻലി വിഷമത്തോടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയാണ്, എന്തായാലും നടക്കേണ്ടതെല്ലാം നടന്ന്, ഇനിയെങ്കിലും നീ അവളെ സ്നേഹിക്കുക, അവൾ പറയുന്നതൊക്കെ നീ അംഗീകരിക്കുക, നല്ലതെന്ന് തോന്നുന്നതൊക്കെ നീ അംഗീകരിക്കുക എന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയാണ്, അങ്ങനെ അലീന പറയുന്നതെല്ലാം എനിക്ക് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ലപ്പാ. പിന്നെ അവൾ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുള്ള കാര്യം ഞാൻ അംഗീകരിക്കാം, അത് മാത്രമേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അവതക്കുട്ടി പറയാണ്, നീ വിഷമിക്കേണ്ട, പതിയെ പതിയെ അവൾ നിന്നെ മനസ്സിലാക്കും, നീ അവളെയും മനസ്സിലാക്കും, അപ്പം എല്ലാം ശരിയാവുമെന്ന് പറയുന്നുണ്ട്. അപ്പം സ്റ്റാൻലി അത് കേട്ടെന്ന് ആശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റാൻലി പറയാണ്, ഞാനിപ്പോൾ അവളോട് ദേഷ്യപ്പെട്ടപ്പം എന്നെങ്കിൽ അവളെ തിരിച്ച് ഓർഫനേജിൽ കൊണ്ടാക്കാൻ എന്നോട് പറഞ്ഞ്, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് എന്നെ തിരിച്ച് ഓർഫനേജിൽ കൊണ്ടാക്കാൻ. അവൾക്ക് ഇവിടെ വന്ന് എന്നോട് താമസിക്കുന്നതും ഇവിടെ നിൽക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴും തിരിച്ച് ഓർഫനേജിൽ പോകണമെന്നുള്ള ചിന്ത മാത്രം അവൾക്കുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ബാലചന്ദ്രൻ്റെ അടുത്ത്, ആ മേനോൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവൾക്ക് ആദ്യം അച്ഛൻ്റെ സ്നേഹം കിട്ടിയത് ആ മേനോൻ്റെ കയ്യിൽ നിന്ന്. അത് മാത്രമല്ല അവൾക്ക് എല്ലാ സത്യം അറിയാം. എന്നിട്ട് പോലും അയാൾ അവളെ മോളെ പോലെ സ്നേഹിച്ച്. അപ്പം അവൾക്ക് ആ സ്നേഹം അയാളോടുണ്ടാവും. പിന്നെ അയാളിൽ നിന്ന് കിട്ടിയ സുരക്ഷിതത്വം, ഇതൊക്കെ അലീനെ അയാളിലേക്ക് കൂടുതൽ അടുപ്പിച്ചിരിക്കും. അത് സ്വാഭാവികമാണ്. ഈ പറഞ്ഞതൊക്കെ നിന്നിൽ നിന്നും അവൾക്ക് കിട്ടുമ്പം നിന്നെയും അവൾ മനസ്സ് തുറന്ന് സ്നേഹിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. നിനക്കും അവളെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റും. അതിന് നീ അവളെ സ്നേഹിക്കണം. ഇത്രയും നാൾ നിനക്ക് കൊടുക്കാൻ പറ്റാത്ത സ്നേഹമെല്ലാം അവൾക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവതക്കുട്ടി സ്റ്റാൻലിയെ ഉപദേശിക്കുകയാണ്.